ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീര് വീണ മണ്ണിലാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത്. അത് തോരാത്ത കണ്ണുനീരായി നമ്മുടെ എല്ലാം ഹൃദയങ്ങളെ പൊള്ളിക്കുകയാണ് ആ കണ്ണുനീർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 5 വയസ്സുള്ള നമ്മൾ ലാളിക്കേണ്ട പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കി. എന്നിട്ട് ഒരു ഗവൺമെൻറ്റും പോലീസ് സംവിധാനവും ഒരു പ്രസ്ഥാനവും അത് ചെയ്ത പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ദയനീയമായൊരു കാഴ്ചയാണ്. ഞാൻ ഈ കേസിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ എല്ലാ ഘട്ടത്തിലും ഇടപെട്ട ഒരാളാണ്. മുഖ്യമന്ത്രിക്ക് നിരന്തരമായി കത്തുകൾ എഴുതിയ ആളാണ്. വാളയാറിലെ കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചത് ഈ വണ്ടിപ്പെരിയാറിലെ ഈ കുഞ്ഞിന് സംഭവിക്കരുത് എന്നാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് അന്ന് എഴുതിയ കത്തിലെ ആദ്യത്തെ വാചകം. നിങ്ങളൊരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണം. SC/ST അട്രോസിറ്റീസ് ആക്ടിൻ്റെ വകുപ്പ് ഇതിൽ ചേർക്കണം. അത് വകുപ്പ് ചേർത്തിരുന്നെങ്കിൽ ആ പാവപ്പെട്ട കുടുംബത്തിനൊരു ധനസഹായം കിട്ടുമായിരുന്നു. അത് ചെയ്തില്ല. പബ്ലിക് പ്രോസിക്യൂട്ടറെ വയ്ക്കാൻ വേണ്ടി ഒരുപാട് ഇവർ വൈകി. എന്നിട്ട് പൂർണ്ണമായി തെളിവ് നശിപ്പിച്ചുകൊണ്ട് പ്രോസിക്യൂഷനും പോലീസും എല്ലാവരും കൂടി ഗൂഢാലോചന നടത്തി പോസ്റ്റ്മോർട്ടം ഇല്ലാതാക്കാൻ ശ്രമിച്ച് ഈ പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്ന ഒരു പാർട്ടിക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ക്രൂരമായ ശ്രമമാണ്. കണ്ണും കാതും മനസ്സും ഈ കേസിൽ അർപ്പിച്ച് ഇതിന്റെ അവസാനം വരെ ഈ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെ, നീതി നടപ്പാക്കുന്നത് വരെ, ആ കുടുംബത്തിന്റെ കണ്ണീര് തോരുന്നത് വരെ കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ പ്രതിപക്ഷവും ആ കുടുംബത്തോടൊപ്പം ഈ കുഞ്ഞിന്റെ ആത്മാവിനോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.